ഇടി ഞാൻ പറയുന്നുണ്ട് പച്ചണേ കാണിക്കുന്നേ പറയുന്നില്ല. ഇവൻ തോപ്പിക്കണ്ടോ ഇവനെ കാണിക്കുന്നു ഇവനെ കാണിക്കുന്നു പച്ചടി പച്ചരി Yeah. ചിങ്ങമാസം ചിക്കൻ പായസം ഇഞ്ചിപ്പുളി ഒന്നും ഇഞ്ചിപ്പുളി എന്ത് പൂക്കള് അത്തപ്പൂക്കള് പോടാ വള്ളം കളി മത്സരം പായസം എന്നുണ്ട്. ചോറ് പപ്പടം ഉറുദു പദ്യപാരായണത്തിന് അധികം ആൾക്കാരൊന്നും ഇല്ല, ആരും ഇല്ല. അപ്പൊ ഇവിടെ തന്നെ ഒരു വിഷമം ദൈവം എനിക്ക് കിട്ടുന്ന സമ്മാനം പോയി. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാനപ്പം ഒരു തെലുങ്ക് പാട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇതിലൊന്നു കലിപിന്ന വലുക്കു തെരെ സിന്ധിലേ. അല്ല ജഡ്ജസിന് ഉറുദു അറിയില്ല. അപ്പൊ അതാണ് കുറച്ച് കഴിഞ്ഞപ്പോ അനൗൺസ്മെന്റ് ഉറുദു പദ്യപാരായണം ഫസ്റ്റ് പ്രൈസ് ബ്രിട്ടോ. ആരാ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? നാണം വന്നു, നാണം ആടാ അടിപൊളി. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമ്മള് കുറെ അധികം സീരിയസ് കാര്യങ്ങൾ ആദ്യം സംസാരിച്ച് കുറച്ചധികം ഡീപ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ കുറെ സെറ്റ് ചെയ്തത്. ഇപ്പൊ സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ എന്തായാലും ഗെയിം കളിക്കും. അതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കണം. എനിക്ക് അറിയാം ചേച്ചിയുടെ തൊണ്ട ഒരു ചെറിയ കാറ്റേ വരുന്നുള്ളൂ. അയ്യോ ജാനകി അമ്മയുടെ വോയിസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പാടിയ ചേട്ടനാ ചേട്ടൻ യേശുദാസിനെ പോലെ ചെറുതായിട്ടൊന്ന് മൂളും. അത്രേ ഉള്ളൂ. യേശുദാസിനെ പോലെ ചെറുതായിട്ട്. ചേച്ചി കൊതുക് മൂളുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂളും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് കേൾക്കുന്നതല്ലേ. ഇത്രയും ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പാടാമെങ്കിൽ പാടാൻ മടിയൊന്നുമില്ല, ഏത് പാട്ട് ഏതൊരു ഒരു പാട്ട് കൊടുക്കും. ഓണത്തിന് ഓണത്തിന്റെ ഒരു ലൈറ്റ് മ്യൂസിക്കോ? ഇവിടെ മാർക്കൊന്നും ഇല്ലാണ്ട് പാടിക്കോ. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നരികത്തു തന്നെ നിൽക്കൂ. ബാക്കി പറഞ്ഞു. കൂടൊരു ചുമക്കടി ഇടറി വീഴാ, വ്രണിതമാം കണ്ടത്തിലിന്നു നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നാം നേരിയ നിലാവിന്റെ അത്ര മതി. അത് മതി. വെറുതെ ലൈറ്റ് മ്യൂസിക്. കവിത ഭയങ്കര എനിക്ക് കവിതകളെ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതുകൊണ്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. LKG പഠിച്ച പാട്ട് വെച്ചാൽ അത് പാടും. എനിക്ക് ഇന്നലെ എല്ലാം കേട്ട പാട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു ഗെയിമിലേക്ക് കടന്നാലോ? ഓക്കെ, സാധനം കൊടുത്തു. എന്തൊക്കെയാണ് എടുക്കുന്നത്? നിങ്ങളുടെ തന്നെ മുഖം കണ്ട് നിങ്ങൾ തന്നെ അല്ലേ? നല്ല ഫോട്ടോ അല്ലേ? ഇതൊരു ഹൂ നോസ് ഹൂ ചലഞ്ച് ആണ്. അതായത് ചോദിക്കുമ്പോ നിങ്ങൾ ആ ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ എന്ന് കാണിച്ചാൽ നല്ല അടിപൊളി ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ടീം എടുത്തതാണ്. നല്ല ഫോട്ടോ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഇതില് ആരാ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്ലാൻ ചെയ്യരുത് കേട്ടോ. ഹൂ ടേക്സ് ലോങ് ടു ഗെറ്റ് റെഡി? റെഡി ആവാൻ കൂടുതൽ സമയം ഞാൻ എളുപ്പാക്കി. ആദ്യം ഞാൻ എളുപ്പാക്കി. ഇന്ന് തന്നെ പൊക്ക 1 തരം 2 തരം 3 തരം. അതെ, ഇന്ന് വരെ അത് ഞാൻ സിമ്പിൾ ആക്കി അങ്ങോട്ട് തന്നതാ. ഹൂ ഈസ് ഓൾവേസ് ഹംഗ്രി? വിശപ്പ് കൂടുതൽ ആർക്കാ? ആണോ? ഞാൻ നേരെ തിരിച്ചാ വിചാരിച്ചത്. അങ്ങനെയല്ല, വീഡിയോസിൽ കാണുമ്പോ നമ്മള് വിചാരിക്കുന്ന അല്ല. അതെന്താ വിശപ്പ്? ജിമ്മിൽ പോകുന്നുണ്ടോ? അല്ല, ഇച്ചക്ക് ഇപ്പോ വിശപ്പ് കുറവാന്ന് ഞാൻ പറയത്തുള്ളൂ. നേരത്തെ കണ്ടല്ലോ
ഒരു കിലോ ഓറഞ്ച് ഒക്കെ മേടിച്ചോണ്ട് ഉച്ചക്കേ അപ്പൊ തന്നെ തിന്നു തീർക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. അത് തന്നെ ഇരുന്ന് എനിക്ക് തന്നെ തിന്നും, തന്നെ തിന്നത്തില്ല, എനിക്ക് പൊളിച്ച് എനിക്ക് വായിൽ വെച്ച് തന്ന് ഞാൻ തിന്നണം. ഒറ്റയ്ക്ക് തിന്നത്തില്ല. ഹൂ സ്പെൻഡ്സ് മോർ മണി? ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്? എന്തൊരു സംശയം ആണോ? പക്ഷെ നേരെ തിരിച്ചല്ലേ വരണ്ടേ? അല്ല, ഞാന് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട്, ബാറ്റ് ഒക്കെ കുറെ വാങ്ങിക്കൊട്ടു. അതിനാ പൈസ പോകുന്നത്. ഓക്കെ ഓക്കെ. ഹൂ ഈസ് മോർ അഡിക്റ്റഡ് ടു ദെയർ ഫോൺ? അത് നമുക്ക് കറക്കാം രണ്ടുപേരും അല്ലേ? ഈ നിങ്ങളെ ഫീൽഡ് ഇതായതുകൊണ്ടാ. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം വന്നോണ്ട്. ഓക്കെ ഓക്കെ. ഒരു സിനിമ കാണുന്നതിന്റെ ഇടയിൽ ഉറങ്ങാൻ സാധ്യത കൂടുതൽ ആരാ? അതെന്താ നിങ്ങൾക്ക് ഒരു പൊരുത്തമില്ലാത്ത? അടിയായി. നമ്മൾ രണ്ടിലും ഉറങ്ങാറുണ്ട്. ആ സിനിമ കാണുമ്പോഴോ? ഒന്നെങ്കിൽ ഇച്ചോടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും. അതാണ് രണ്ടുപേരും സിനിമ വെക്കുമ്പോ തന്നെ കിടന്ന് ഉറങ്ങാൻ ഞാൻ എപ്പോഴും എന്നാ പിന്നെ വെക്കണേ ഞാൻ ചോദിക്കാറുണ്ട്. നമ്മുടെ ക്ഷീണം അനുസരിച്ച്. പിന്നെ ഹൂ ഈസ് മോർ ലൈക്ലി ടു സ്റ്റാർട്ട് ആൻ അൺനെസസറി ആർഗ്യുമെന്റ്? ആവശ്യമില്ലാണ്ട് ചുമ്മാ തർക്കിക്കുന്നവരായിരിക്കും. സ്വന്തമായിട്ട് നല്ല മതിപ്പാന്നൊക്കെ. കൂടുതൽ വാശി ആർക്ക്? ഇവിടെ ഇപ്പോഴും പൊങ്ങിയിട്ടില്ല. അതെന്താ നിങ്ങൾ സ്വയം ഫോട്ടോ? ഇവര് ഭയങ്കര മറ്റേ ഐഡിയൽ കപ്പിൾസ് ആയതാണ്. ഞാൻ എന്താ ഉദ്ദേശം പറയുമ്പോ, ഇപ്പൊ നമ്മള് വഴക്കൊക്കെ കൂടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം ആ സമയത്ത് എനിക്ക് വാശി വരും. കാരണം അന്നേരം ഞാൻ ഇച്ച പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലിട്ടോണ്ടിരിക്കും. ഓ അങ്ങനെയാണോ? അതാണോ വഴക്ക് വെച്ചോണ്ടിരിക്കണായിരുന്നാണോ? പൊതുവേ വാശി കൂടുതൽ ആർക്കാ? പൊതുവെ വാശി കൂടുതൽ ഒരു കാര്യം നടക്കണം എന്ന് ഭയങ്കര അപ്പൊ തന്നെ നടക്കണം. പിന്നെ ഇത് അടിയിലെ വാശിയാണോ? എനിക്ക് അടിയിലെ ഏറ്റവും കൂടുതൽ വാശി ആർക്കാ? അത് കഴിഞ്ഞിട്ട് ഇച്ചക്കണി അടി കൂടി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോ അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല അവിടെ. ഒന്ന് വരും മോളെ, എനിക്ക് അന്നേരം വരുന്ന ദേഷ്യം ഉണ്ടല്ലോ. റിലേറ്റബിൾ. പെൺപിള്ളേരൊക്കെ പൊതുവെ അങ്ങനെയാണെന്നല്ലേ? ആ സമയത്ത് സമയം എടുക്കില്ലേ? വളരെയധികം നമുക്ക് സമയം പഠിച്ചു നിന്നോട് മുന്നോട്ടിരിക്കാൻ പറ്റില്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ദേഷ്യം ഈ കാര്യം പറയാതെ മുഖം വീർപ്പിച്ചിരിക്കുമല്ലോ, അതാണ്. കൊഴപ്പില്ല, യൂണിവേഴ്സൽ പ്രോബ്ലം എന്നൊക്കെ. ആരെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടായ ക്ഷമ പറയണത്? അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലെ? ഓക്കെ. ഒരാളില്ലാതെ മറ്റേ കുറച്ചും കൂടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാ? ഒരാളില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരിലും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നും ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാൾക്ക് ഒട്ടും പറ്റൂല. അപ്പൊ ആർക്കാണ് കുഴപ്പമില്ലാത്തത്? ഇല്ല ഇല്ല, രണ്ടുപേർക്കും പറ്റൂല. പിന്നെ ഇച്ച ആണോ? ഓ അവിടെ കാണിച്ചു കേട്ടോ. ഇല്ലാണ്ട് പറ്റും. കാരണം ഈ പ്രാവശ്യം നാട്ടിൽ വരാൻ ഞാൻ പറഞ്ഞു ചേച്ചി ഒറ്റയ്ക്ക് പോയിട്ട് വാ. ഞാൻ പറഞ്ഞത് ചേട്ടയുടെ ഭാവന ഞങ്ങൾ കണ്ടിട്ടില്ല, കാരണം ഈ എക്സാമും കാര്യങ്ങളും ഇതൊക്കെ ആയാലും ഞാൻ പറഞ്ഞതാ ഈ ഒറ്റയ്ക്ക് പോയിട്ട് അയച്ചു പോവില്ല. കാണാതിരിക്കാൻ പറ്റൂല എന്നാണ് ഉദ്ദേശിച്ചത്. ഓ ഞാൻ എന്തെങ്കിലും ഒരു എന്താ കാണാതിരിക്കാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ഒന്നും കുഴപ്പമൊന്നുമില്ല കണ്ടില്ലെങ്കിലും. ഞങ്ങൾ ഇരുന്നിട്ടില്ല അങ്ങനെ. ഭയങ്കര ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഒരു കണ്ണിന്റെ സർജറിക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം നാട്ടിൽ വന്നല്ലാണ്ട് 20 days കഴിഞ്ഞ് വിജയം വന്നു. അത് നമ്മൾ രണ്ടിനും സെയിമാ. പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക് ഇനി ഒരോട് കിട്ടുമോ? തർക്കമില്ല, കിട്ടുമോ? ആണല്ലേ? കൂടുതൽ കള്ളം പറയുന്നവരാ? ആണല്ലേ? കുക്ക് ചെയ്യുന്നതാരാ? അത് ഞാൻ ചേച്ചിനെ ആണല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുന്നു. റെസ്റ്റോറന്റ് കുക്ക് ചെയ്യും. എനിക്ക് ഇഷ്ടമാ കുക്ക് ചെയ്യുന്നത്. എനിക്ക് പാത്രം കഴിയാൻ ഇഷ്ടമല്ല. ഒച്ച എഴയും. അപ്പൊ എന്ത് ഞാൻ വലിച്ചടിച്ച് പുറത്തെടുക്കും, കാരണം ഭയങ്കര സ്ലോയാ. ഓക്കെ, അതൊരു കണക്കിന് നല്ലതാ. പണിയെടുക്കണ്ടല്ലോ. അടമാണോ എനിക്ക് സംശയം തോന്നാറുണ്ട്. അമ്മേനെ അടുക്കളയിൽ ഇറക്കി വിട്ട് ആണോ ഇവള് ഭയങ്കര സ്ലോ ആയി വെള്ളം. അടിപൊളി ട്രിക്കാട്ടോ. അല്ല, എല്ലാരും ഇറക്കി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പാത്രം കഴുകുമ്പോ കുറച്ച് അധികം വെള്ളം യൂസ് ചെയ്യും. അപ്പൊ മമ്മ പറയും മോള് പൊക്കോ, അമ്മ ചെയ്തോളാം. പിന്നെ ഇന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു അടവാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കും തോന്നാറുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെയാണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആർക്കാ? എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും അറിയത്തില്ല മര്യാദക്ക്.
താല്പര്യമേ ഇല്ല. വീഡിയോ എടുക്കുന്നത്, അതിന്റെ എഡിറ്റിങ് എല്ലാം അവളെ എല്ലാം ഈച്ച് ആൻഡ് ഇത് ഭയങ്കര ട്വിസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളെല്ലാം നോർമലി ഉള്ള കപ്പിളേ അല്ല നിങ്ങള്. എവറിത്തിങ് ഈ 3 years ആയിട്ട് എല്ലാം ചേച്ചി ചെയ്യണേ. എവറിത്തിങ്. എഡിറ്റിംഗ് സൈഡും എല്ലാം ഇച്ചക്ക് മറ്റേ വിവിഡിലിട്ട് മറ്റേ ഫിൽറ്റർ ഇടാൻ അറിയത്തുള്ളൂ. എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അറിയത്തില്ല. ഇതുപോലെ തെറ്റിപ്പോ വിവിഡിലിട്ട് ചെയ്യാനും ഒന്നും ചെയ്തരാമെന്ന് ചോദിക്കും. അടിപൊളിയാട്ടോ. ഒരു ക്ഷമയില്ല അങ്ങനത്തെ കാര്യത്തിന്. നോർമലി ആണുങ്ങൾക്കാണല്ലോ അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇച്ചിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഞങ്ങൾ കൂടെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇവിടെ നന്നായിട്ട് പാത്രം കഴുകും, സൂപ്പറായിട്ട് കഴുകും പാത്രമൊക്കെ. വെള്ളം കുറച്ചധികം ഉപയോഗിക്കും. എനിക്ക് എന്നും ചെയ്യാം, പക്ഷെ കുക്കിംഗ് വെച്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ 3 years ഞാൻ ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല ആക്ച്വലി, എല്ലാ ദിവസവും എനിക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ പഠിച്ചതാ. ഞാൻ പോയിട്ട് വരുമ്പോ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. വേറൊരാള് ഇല്ലാത്തപ്പോ ഫോൺ എടുത്ത് നോക്കാൻ സാധ്യത, ചുമ്മാ തമാശക്ക്, സീരിയസ് അല്ല, ഫോൺ എടുത്ത് നോക്കാൻ സാധ്യതയുള്ളതാ. ഫോൺ ചെക്ക് ചെയ്യാനാണോ? ഞങ്ങളുടെ ഫോണിൽ പാസ്വേഡ് സാധനമൊന്നുമില്ല. പാസ്വേഡ് ഞങ്ങളുടെ രണ്ടുപേരും സെയിം പാസ്വേഡ്. ഞാൻ ഉദ്ദേശിച്ച മറ്റേ ഗാലറി ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും ഫോൺ അങ്ങോട്ട് കൊണ്ട് വെക്കാറില്ല. ഞാൻ എടുക്കാറുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെക്ക് ചെയ്യാനല്ല. ചെക്ക് ചെയ്യാൻ അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ക്രിഞ്ച് ഫോട്ടോസ് ഒക്കെ അവരറിയാണ്ട് എടുത്തൊക്കെ വെക്കൂലോ, അതൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി. അവിടെ ഉറങ്ങി കിടക്കുമ്പോ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. രാവിലെ ധാരാ നോക്കിയെന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ. കൂടുതൽ പൊസസീവ് ആരാ? എന്തൊരു സംശയമുണ്ട്. നീയും ആണ്, നീ മോശമൊന്നുമല്ല. എന്നാലും കുറച്ചൊരു പൊടിക്ക് കൂടുതൽ. അത് ഞാൻ പണ്ടോന്ന് ചോദിച്ചാ എന്ന് വെച്ചാ അത്ര ഓവറൊന്നുമല്ല കേട്ടോ, കുറച്ച് എല്ലാവർക്കും ആവശ്യമുള്ള അത്ര. ആരാ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? നാണം വന്നു, നാണം ആടാ, അടിപൊളി, ക്യൂട്ട്, നാളെ വന്നു. അപ്പൊ നമ്മൾ വിജയകരമായി നിങ്ങള് ഈ ഒരു റൗണ്ട് പൂർത്തീകരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ആണോ? അപ്പൊ നിങ്ങളെ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളെ നടക്കുള്ളൂ അല്ലെ? നിങ്ങൾ ആരാ നിങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിം ആദ്യമായിട്ടായിരിക്കും കളിക്കാൻ. ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് കാണാൻ ഇത്രയും ലോക്കൽ പരിപാടികളൊന്നും ഇല്ല. നമുക്കൊരു ഗെയിമും കൂടെ കളിക്കാം. വിസ്പർ ചലഞ്ച് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാൾ ഹെഡ്സെറ്റ് വെച്ചിട്ടിരിക്കുക, ഓപ്പോസിറ്റ് ആളുടെ മറ്റേ ചലനം വെച്ച് പിടിക്കുക. കംപ്ലീറ്റ് ഒരു ഹിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതില്, കംപ്ലീറ്റ്ലി ഓണം റിലേറ്റഡ്. പറയുന്ന വേർഡ്സ് എല്ലാം ഓണം റിലേറ്റഡ്. അപ്പൊ കുറച്ചും കൂടി ഈസി ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ആര് ചെയ്യും? ഞാൻ ചെയ്യാം. ഹെഡ്സെറ്റ് വെക്കുന്ന ആരാ? അപ്പൊ ഇവിടെ ഇരുന്നു. അപ്പൊ തുടങ്ങിയോ? ഇല്ല, തുടങ്ങാം. ഓക്കെ. തിരുവോണ ദിനം. എനിക്ക് പറയാവോ? തിരുവോണ ദിനം. ഇത് കേൾക്കുന്നുണ്ടോന്നൊരു സംശയം. ഓണത്തപ്പൻ. ഓണത്തുമ്പി. ഓണത്തപ്പൻ. കൊള്ളാം. ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി. എന്ത് പൂക്കള്? അത്തപ്പൂക്കള്. എന്തോ പൂക്കൾ പറഞ്ഞ? ഇഞ്ചിപ്പുളി. എച്ചിപ്പൂക്കളോ? ഇഞ്ചിപ്പുളി. എടാ പൊട്ട, ഇഞ്ചിപ്പുളി. ഇച്ചപ്പൊട്ട. ഇഞ്ചിപ്പുളി. ഓണത്തുമ്പി പറഞ്ഞല്ലേ, അത് മനസ്സിൽ കിടക്കുന്നു. ഇഞ്ചിപ്പുളി. തെറി പോലെ എനിക്ക് തോന്നണേ. അയ്യോ, ഇഞ്ചിപ്പുളി. തെച്ചിപ്പൂവേ. തെക്കാശിപ്പൂവേ. ഒന്നാം സൗണ്ടിലടേ. അതൊക്കെ പറ. ഇഞ്ചിപ്പുളി. എച്ചിപ്പൂവേ എന്നാ വീണ്ടും കേക്കുന്നത്. അത് പോട്ടെ. അപ്പൊ ഒരു പോയിന്റ് പോയി. ഒന്ന് ഊരിക്കോ. ഇഞ്ചിപ്പുളിയോ? എച്ചിപ്പൂവേ. ഓക്കെ. അടുത്തത് വള്ളംകളി മത്സരം. പായസം എന്നുണ്ട്. ചോറ്, പപ്പടം. വള്ളം കളി മത്സരം. വെള്ളപ്പാളുടെ പായസം.
ഇവനെന്താ ഇത് ബോധം പോയ വെള്ളപ്പായസം എന്നായിരുന്നു ഇവ എന്നെ കൂടെ തിരിക്കും. വള്ളം കളി മത്സരം. പാട്ട് തിന്നോ ഗ്യാപ്പിൽ പറയാൻ പാടില്ലോ. പാട്ട് ഇടയ്ക്കൊന്ന് പാട്ടില്ലായിരുന്നു, പറഞ്ഞില്ല. വെച്ചോ. വള്ളം കളി മത്സരം. ഒറ്റ വാക്കാണേ പറയണേ. 3 വാക്ക്. ആ. വള്ളം വെള്ളം. വള്ളം കളി മത്സരം. പായസം 3ാമത്തെ. അല്ലടാ പപ്പടം. പൊട്ട വള്ളം കളി. എന്തൊക്കെയാ പറയണേ? സോറി ഇടയ്ക്ക് എന്റെ വാക്കുകൾ കയറുന്നുണ്ട്. കോൺസെൻട്രേറ്റ്. വള്ളം വെള്ളം. വെള്ളം കളി മത്സരം. പായസം. പായസം ഉണ്ടോ? പായസം ഉണ്ടോ? പോയി. വള്ളം കളി മത്സരം. വള്ളം കളി മത്സരോ? എന്റെ ഉള്ള സൗണ്ട് കൂടെ കളയും. വെള്ളപ്പായസം ഞാൻ ശർക്കര വരട്ടി. അത് തീറ്റക്കാരി ആയതുകൊണ്ട് ഇപ്പൊ കിട്ടും. ശർക്കര വരട്ടി. ശർക്കര വരട്ടി. ശർക്കര വരട്ടി. ശർക്കര വരട്ടി പറഞ്ഞില്ലേ? തീറ്റയുടെ ഒരു കാര്യം വിടില്ല. ഓക്കെ. മാവേലിയുടെ വരവേൽപ്പ്. പൊളി. മാവേലിയുടെ പേടിക്കണ്ട, പപ്പ പറഞ്ഞുതരാം. മാവേലിയുടെ ഗുഡ് ബോയ് വരവേൽപ്പ്. മാവേലിയുടെ വളകാപ്പെന്ന് പറയട്ടോ. വരവേൽപ്പ്. മാവേലിയുടെ വരവേൽപ്പ്. കേട്ടോ? ചിലതൊക്കെ കിട്ടുന്നുണ്ട്. പപ്പടം. 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 കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കും. അവിയൽ കൂട്ട്. അവിയൽ എന്താ കേട്ടല്ലോ. അവിയൽ കൂട്ട്. അവിയൽ കൂട്ടി. ഏത് കുട്ടി? അവിയൽ കുട്ടി. അവിയൽ കൂട്ട്. അവിയൽ കൂട്ട്. അവിയൽ കൂട്ടി. ചോറുണ്ട്, കറി. അവിയൽ കൂട്ട. ചിരിക്കാതെ പറ. അവിയൽ. അവിയൽ കൂട്ട്. ഊണ്. അല്ല കൂട്ട്. അവിയൽ. അവിയൽ. കൂട്ട്. ഊണ്. എടാ പൊട്ട കൂട്ട്. അവിയൽ കൂട്ടി. എടാ അവിയൽ കൂട്ടിയല്ല. അവിയൽ കൂട്ട്. അവിയൽ കൂട്ട്. സ്കിപ്പ് ചെയ്യേ. നിങ്ങൾക്ക് പ്രീമിയം എടുക്കട്ടോ. ഞങ്ങൾ ഇന്നാളൊരു വീഡിയോ ചെയ്തത്. യൂട്യൂബിന്റെ പ്രീമിയം വെരി ഇമ്പോർട്ടന്റ്. ഓണവില്ല്. ഒടുവിൽ. അല്ല, ഓണമായിട്ട് ബന്ധപ്പെട്ട ഒടുവിൽ. ഓണവില്ല്. ഓണവിളി. ഓണവാ. ഓണ ഓണവില്ല്. 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 പൂവിളി. ലാസ്റ്റ് പൂവിളി. പൂവിളി. കഴിഞ്ഞോ? ഇനി ചേച്ചി എത്ര കിട്ടി എനിക്ക്? 10ല് 8. 8. എനിക്ക് ഒന്നില്ല. ബാക്കിയെല്ലാം പറഞ്ഞു. ഡിസ്റ്റിങ്ഷൻ കിട്ടി എനിക്ക്. ചേച്ചി പൊളിക്കുന്നുണ്ടോ? തൃക്കാക്കര അപ്പൻ. അവർക്ക് പറയുന്നത് തേങ്ങ. തേങ്ങ കരിയാപ്പല. തൃക്കാക്കര അപ്പൻ. അപ്പൻ. തൃക്കാക്കര അപ്പൻ. തേങ്ങാക്കറി അപ്പൻ. അതെന്ത് വാക്കാ? തൃക്കാക്കര അപ്പൻ. തൃക്കാക്കര അപ്പൻ.
ആ തൃക്കാക്കര അപ്പൻ. കറക്റ്റ്. തൃക്കക്കര അപ്പൻ. അത് കറക്റ്റ് ആയി. ചിങ്ങമാസം. 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 ചിക്കൻ പായസം. എന്താ? ചിങ്ങമാസം. ചിങ്ങമാസം. ചിക്കൻ പായസം. ചിങ്ങമാസം. ചിങ്ങപ്പാസം. ഇതൊക്കെ എന്തുവാ? ചിങ്ങമാസം. 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 ഓക്കെ. വഞ്ചിപ്പാട്ട്. 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 Yeah. പൂക്കൂട. എന്ത്? പൂക്കൂട. പൂക്കൂട. പുകയോ? പൂക്കുട. പൂക്കുട. കുടയല്ല, ആ? കൂട. പൂക്കുട. പൂച്ചയോ? പൂക്കൂട. മതാപ്പുട. പൂക്കൂട. പൂക്കൂട. പൂങ്കുല. പൂക്കൂട. പൂക്കൊട്ട. പൂക്കൂട. 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 Yeah. ഓ, അടിപൊളി. പൂക്കൂടയോ? പൂക്കൂടയില്ലേ? പൂർണ്ണ ഇത് സദ്യവട്ടം. ഇപ്പൊ എനിക്ക് കേക്കാം. സദ്യവട്ടം. സദ്യവട്ടം. നീ സൗണ്ട് കുറച്ചേക്കണം. കൊള്ളാം. ചിങ്ങമാസത്തിലെ പൊന്നോണം. ചിങ്ങമാസത്തിലെ പൊന്നോണം. ഏ? ചിങ്ങമാസത്തിലെ പൊന്നോണം. ചിങ്ങമാസത്തിലെ പൂന്തോട്ടം. എന്താ കോൺഫിഡൻസ്. ചിങ്ങമാസത്തിലെ പൊന്നോണം. ചിങ്ങമാസത്തിൽ പോന്നോണം. ചിങ്ങമാസത്തിൽ പോന്നോണം. വൈകി കേട്ടോ, അത് കട്ടിയാവോ? അത് വേണ്ടി പറയത്തില്ല. ചിങ്ങമാസത്തിലെ പൊന്നോണം. ഒന്നുകൂടി പറഞ്ഞേ. ചിങ്ങമാസത്തിലെ പൊന്നോണം. ചിങ്ങമാസത്തിലെ പൊന്നോണം. യാ. പൊന്നോണം. കറക്റ്റാ. എന്തോ കൂടായിപ്പുണ്ട്. വാമനാവതാരം. നീ എന്തായാലും പറയാൻ പോകുന്നില്ല. വാമനാവതാരം. വാമനാവതാരം. വാളയ. വളയാർ പരമശിവം. വാമനാവതാരം. വാളയാറവ. വാളയ. വളയാർ കറക്റ്റാ. കറക്റ്റാ പറ. ഓണമല്ലല്ലോ. വാളയ. എന്താണ് ശരിക്കും വാമനപുരം? വാമനാവതാരം. 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 വാമനൻ വാമന അവതാർ അവതാരം. വാമന അവതാരം. വാമന അവതാരം. ഇട്ടോ, എവിടുന്നോ കൂട്ടി വായിക്കുന്നുണ്ട്. അടുത്ത് എവിടുന്നോ കൂട്ടി. പുളിശ്ശേരി. പുളിശ്ശേരി. പൂച്ചട്ടി. യെസ് കറക്റ്റ്. പുളിശ്ശേരി. പൂച്ചട്ടി. പുളിശ്ശേരി. പൂച്ചട്ടി. പുളിശ്ശേരി. അയ്യോ എന്താ പറയണേ? പുളിശ്ശേരി. പുളിശ്ശേരി. പൂച്ചാടി. പുൽച്ചാടി. പുളിശ്ശേരി. പുൽച്ചാടി. പുളിശ്ശേരി. 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 പൂച്ചടി. ഏ? പൂച്ചടി. പുളിശ്ശേരി. പൂച്ചടി. പുളിശ്ശേരി. 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 പുഞ്ചയിലോ? അല്ല, ഇത് കഴിഞ്ഞു. പുളിശ്ശേരി. പുളിശ്ശേരി. പുളിശ്ശേരിയോ? പൂച്ചട്ടിന്നാ കേൾക്കുന്നേ. പാലട പ്രഥമൻ. അതെന്തായാലും അവള് പറയും. പാലട പ്രഥമൻ. പാലട പ്രഥമൻ. പാലട പ്രഥമൻ. എരിശ്ശേരി. എരിശ്ശേരി. എനിക്കടിന്നോ പറഞ്ഞു കൊടുത്താണോ? എരിശ്ശേരി. എനിച്ചെടിന്നോ? എരിശ്ശേരി. എനിച്ചെടി. എരിശ്ശേരി. എരിശ്ശേരി. എനിച്ചെടിയോ? എരിശ്ശേരി. പറഞ്ഞേ. എരിശ്ശേരി. 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 ഓലൻ. ഓലൻ. ഓടനോ? ഓലൻ.
ഓലൻ 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 കാളൻ കാളൻ കാറടിയോ കാളൻ 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 പച്ചടി കഴിഞ്ഞു. കഴിഞ്ഞോ? പച്ചടി അത് തെറ്റി. വേറെ പറയാം. മച്ചാണേ 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 പിച്ചക്കാരിയോ പച്ചടി 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 പിച്ചടി പിച്ചാടി ആഹാ. പിച്ചക്കാരിയോ മച്ചാണേ കളിച്ചേ ഇടി ഞാൻ പറയുന്നുണ്ട് മച്ചാണേ കാണിക്കുന്നേ പറയുന്നില്ല. ഇവരെ തോപ്പിക്കണ്ടോ ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ കറക്റ്റാടാ പറയുന്നത്. മച്ചാണേ ഇത് ഫൗളാട്ടോ ഫൗളാ. കട്ട് ചെയ്ത് ചോദിച്ചിട്ട് പച്ചടി 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 പച്ചരി ശരിയല്ല. പച്ചരി പച്ചടി പച്ചടി എന്തിനാ ഓണത്തിന്? പച്ചടി പച്ചടി എനിക്ക് മര്യാദക്ക് പറയാം. കാണിക്കുവാ പച്ചടി എന്തെല്ലാം ജയിക്കട്ടെ. പച്ചടി പച്ചടി പച്ചരി പച്ചടി 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 പച്ചടി. അടിപൊളി അടിപൊളി അടിപൊളി. കഴിഞ്ഞു കഴിഞ്ഞു. ഇച്ച ഫൗള് കാണിക്കുന്നുണ്ടേ കാണിക്കുന്നേ. അത് തോപ്പിക്കാൻ വേണ്ടി ഞാൻ ജയിച്ചു. 10-9 അടിപൊളി. ആ. ഓ എല്ലാം ഇങ്ങനെ വായിച്ചെടുത്തേ. സ്ലോ ആവുന്നുള്ളൂ. അതെങ്ങനെ വായിച്ചെടുത്തേ? ആരെങ്കിലും ഈ വാ തുറക്കണ കാണുമ്പോഴേ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ പരിശീലനം ഉണ്ട്. പക്ഷെ ഇച്ച അത്ര ഫൗള് കാണിച്ചിട്ട് ഞാൻ ജയിച്ചു. ലാസ്റ്റ് മാത്രമേ കാണിച്ചുള്ളൂ അതിന് ഹോള്. പക്ഷെ എടുത്തു പറയണോട്ടോ ചേച്ചി, അതെങ്ങനെ അങ്ങനെ വായിക്കണത്? പാച്ച അത് കൂട്ടി വായിക്കാൻ ആരോ പറഞ്ഞിരുന്ന പോലെ. ഓണത്തിന്റെ അല്ലേ റിലേറ്റ് ചെയ്ത് നോക്കി. പച്ചരി ഞാൻ വിചാരിച്ചു പച്ചരി ഉണ്ടല്ലോ ഓണത്തില്. പച്ചരി വിളമ്പാണ്. ഓ ഓണത്തിന് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അടുത്ത് പച്ചരി ഒക്കെ ഉണ്ടാവൂലേ? പച്ചരിയില്ല. പച്ചരി എന്തിനാ? ഞാൻ വിളിച്ച സമയത്ത് ഞാൻ എന്റെ ഹസ്ബൻഡ് അടുത്തിരുന്നിട്ടാണ് വിളിച്ചത്. ഞാൻ കാരണം പുള്ളിയാണല്ലോ എനിക്ക് നിങ്ങളെ പരിചയം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചെന്നിട്ട് ഞാൻ ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ ഒരു എക്സൈറ്റ്മെന്റില്. അപ്പൊ ചേട്ടനെ വിളിച്ച സമയത്ത് സ്പീക്കറിലായിരുന്നു പുള്ളി. ഞാൻ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇവര് വീഡിയോ കാണുന്ന പോലെ തന്നെ ഭയങ്കര, കാരണം ആദ്യമായിട്ട് സംസാരിക്കണ എന്റെ അടുത്ത് വരെ ഭയങ്കര കൂളായിട്ട് കമ്പനി ആയിട്ടാണ് സംസാരിച്ചത്. ആ ഒരു ചിലർ ചോദിക്കും ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഇച്ചയും എന്റെ അനിയത്തിയും കൂടെ പോകുമ്പോ എല്ലാരും വിചാരം ഞങ്ങൾ സിബ്ലിങ്സ് ആണെന്നാ. അന്ന് അത്ര ഏജ് കുറവല്ലേ. ഇച്ച 24 ഞാൻ 22 ആയിരുന്നു കല്യാണം കഴിക്കുമ്പോ. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞങ്ങൾ സെയിം, എന്റെ വീട്ടിലാണെങ്കിൽ ഇച്ച വീട്ടിലാണെങ്കിൽ സെയിം വൈബിൾ ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ മൂന്നും കടയിൽ കയറി വളവള സംസാരിക്കുമ്പോ എല്ലാരും പറയും, അവളോട് പറയും ഓ ചേട്ടായി ഭയങ്കര ചേട്ടാനെ പോലെ തന്നെയല്ലേ മോളൊന്നും. എല്ലാരും വിചാരം ഇച്ചയുടെ അനിയത്തിയ അവളെന്നാ ഇപ്പോഴും. അങ്ങനെ ആയതുകൊണ്ട് അവള് അങ്ങനെയാണ്. അവളെ കുഞ്ഞിനവള അവള് ഇച്ച അവളെ ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് കുഞ്ഞേട്ടായിന്ന് വിളിച്ചിട്ട് കൈ തൂങ്ങി നടക്കുന്ന കൊച്ചായിരുന്നു അവള്. അപ്പൊ ആ ഒരു, പിന്നെ ഇവരുടെ വീട്ടിലെ 2 ആമ്പിള്ളേരാ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും 2 മക്കളെ പോലെ അവര് കാണുന്നേ. അപ്പൊ ഇന്ന് എന്റെ അനിയത്തി രാവിലെ വീട്ടിൽ നിന്ന് പോയത്. അപ്പൊ അവൾക്ക് ഭയങ്കര സ്നേഹമാ. അപ്പൊ നിങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോ പേരൻസ് ഒക്കെ എങ്ങനെയാണ് സപ്പോർട്ടായിരുന്നു? ഏത് പിന്നെ നമ്മുടെ വീഡിയോസില് എല്ലാം അമ്മ ചേട്ടായി വന്നിട്ടുണ്ട് ചിലവര്. ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ചിലവർ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. നമ്മുടെ ഇഷ്ടം അതാണ്. ഇപ്പൊ ഇച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കലാപ്രതിഭ അങ്ങനത്തെ കാര്യങ്ങളും കുഞ്ഞിലെ പോലെ ഇച്ചക്ക് മമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് അയച്ചാല്. കുഞ്ഞിൽ ഇപ്പോഴും മമ്മ പറയാം കഥാപ്രസംഗം നന്നായിട്ട് പറയായിരുന്നു. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും പാട്ട് പാടാനും മമ്മി പാടും ചെറുതായിട്ട്. അപ്പൊ ഞാൻ LKG പഠിക്കുമ്പം കലാഭവമണി ഇല്ലേ, നമ്മൾ അവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഞാൻ എന്റെ കലാഭവമണിയുടെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് പുള്ളി എന്നെ മടിയിലിരുത്തി എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഈ ജാനകിയമ്മയുടെ വോയിസ് എങ്ങനെയാ, അതെങ്ങനെ തിരിച്ചറിഞ്ഞേ? എനിക്കത് ചെയ്യാം. ഞാൻ മിമിക്രി ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ ഇറക്കാത്ത ഏതെങ്കിലും സൗണ്ട് ഉണ്ടോ? ഇപ്പൊ എന്റെ തൊണ്ട പോയിരിക്കുന്നുണ്ട്. തൊണ്ട ഇവിടെയല്ലേ പോയിരിക്കണേ? അല്ല ഇപ്പൊ സംസാരിച്ച് എന്റെ തൊണ്ട എന്നാലും എടുക്കുമല്ലോ. ജനാർദ്ദന്റെ ഒക്കെ സൂപ്പർ. ഒന്ന് ചെയ്യോ? വെള്ളം കുടിച്ചിട്ട്
ഇതിനാണ് ഇത്ര വെച്ചിട്ടത്. ടച്ച് വിട്ട് ഒരു നിൽക്കുന്നു. കോളേജ് ടൈമിൽ ഒരു 10-40 സൗണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സമയത്തൊക്കെ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ മിമിക്രി കളിക്കാൻ പറഞ്ഞ എന്നെ വിളിച്ചിരുത്തി എല്ലാം കാണിക്കുമായിരുന്നു. പക്ഷെ അടിപൊളി കേട്ടോ. ജാനകിയമ്മയുടെ ചെയ്തപ്പോഴാണ് നമ്മളൊക്കെ ആക്ച്വലി ഞെട്ടിപ്പോയത്. ഇതൊക്കെ അത് ഇങ്ങനെ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ. ഏതോ പാട്ട് കേട്ടപ്പോ പെട്ടെന്ന് അയച്ച സൗണ്ട് എടുക്കണം ഞാൻ കേട്ടതാ. മറ്റേ ആഴക്കല്ലിൽ കടലിൽ ആ പാട്ട് അയച്ചു ഒരു ഇങ്ങനെ വീട്ടിൽ കൂടെ പാടിക്കണം. അപ്പൊ ഞാൻ കൊള്ളാലോ എന്ന് ഞാൻ പറഞ്ഞു. അടിപൊളി. ഇനി ഇതൊക്കെ ഓരോ കണ്ടന്റ് ആയിട്ട് ഓരോ മിമിക്രി ചെയ്യുന്നതൊക്കെ വരണം. അങ്ങനെ നമ്മൾക്ക് ടാലന്റ് ഞാൻ പറയും ഇതൊക്കെ ആർക്കും ഇപ്പൊ കാണണ്ടേന്ന് പറയും. ഓ നിങ്ങൾ ഇതുപോലെ പാട്ട് പാടിയിട്ടാ മതി. മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നോണ്ടേന്ന് അത്രക്കില്ലെങ്കിലും വന്നാലും ചെയ്യാലോ. നിങ്ങൾക്ക് അതൊരു പ്ലാറ്റ്ഫോമാ, നിങ്ങളുടെ സ്പേസാ, നിങ്ങൾക്ക് അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തോ. അടിപൊളിയായിരിക്കും. നല്ല ഈ ഒരു ടാലന്റ് നമ്മൾ ഇപ്പോഴല്ലേ തിരിച്ചറിയണത്. കുറച്ചും കൂടെ എന്തായാലും അടിപൊളിയായിട്ട് റീച്ച് കിട്ടട്ടെ അങ്ങനെ ചെയ്തിട്ട്. അപ്പൊ ഏതായാലും ഇത്രയും സമയം എന്റെ കൂടെ വന്നിരുന്ന സമയം പോയത് അറിയാം. നമ്മൾ ആദ്യം കുറച്ച് കഥയൊക്കെ കേട്ട് ഗുണ്ടയുടെ കഥയും ഏട്ടായും ഇപ്പൊ പൂമ്പാറ്റ കൊണ്ട് ഏട്ടായിയുടെ അല്ല നീ അത് അത്ര പറഞ്ഞ സ്ഥിതിക്ക് അപ്പോഴും ഇപ്പോഴും ഒന്ന് കമ്പയർ ചെയ്യണം. അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ചേഞ്ച് ഉണ്ടല്ലേ. പാവാ. പിന്നെ ഞാൻ പോയി വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്. ചേച്ചിക്ക് ഭയങ്കര സോഫ്റ്റ് ഇപ്പൊ. പണ്ട് എങ്ങനെയായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ്. ചേച്ചിക്ക് എന്നോട് വഴക്കൂടി അധികം നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ല. മാറി. ഞാൻ ഇച്ചയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഇച്ച അത് ഇച്ചയുടെ ഒരു പ്രശ്നമാണ്. അത് ഇച്ചയ്ക്കും അറിയാം. ഇച്ചയ്ക്ക് എല്ലാവരോടും മീൻസ് എല്ലാവരോടും പോയി ഓടിച്ചാടി മിണ്ടായിരുന്നു അത്ര ഇത്. ഇച്ചയ്ക്ക് സോഷ്യലി ഇപ്പൊ നാലാൾ കൂടി നിൽക്കുമ്പോ ഇപ്പൊ ഞാൻ ചെന്ന് എല്ലാവരോടും മിണ്ടായിരിക്കും. ഇച്ച അങ്ങ് മാറി നിൽക്കത്തേ ഉള്ളൂ. ഇച്ചയ്ക്ക് അത്ര കംഫർട്ടബിൾ ആയ ആൾക്കാരോട് മാത്രമേ. അത് തന്നെ ഞാൻ ഞാൻ ഒരു പരിഷ്കാരത്തിന് ആംബിവേട്ട. അപ്പൊ പക്ഷെ നമ്മളെ കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. കംഫർട്ടബിൾ ആവുന്ന സോണില് ഭയങ്കര ഇപ്പൊ തന്നെ കണ്ടില്ല, വന്ന ആളല്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതായില്ലേ. അപ്പൊ അതിന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചിലപ്പോ ഇച്ചക്ക് ഒരു നെഗറ്റീവ് സൈഡ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഡിഫറെന്റ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളതങ്ങ് നമുക്ക് ഇച്ചയുടെ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് എന്റെ അടുത്ത് 100% ഞാൻ അന്നും ഇന്നും എന്നെ കൊണ്ടുകൊടുക്കുന്ന സെയിം രീതിക്ക് ഒരു മാറ്റമില്ല. സോ അങ്ങനെ തന്നെ മുന്നോട്ട്. ഇപ്പൊ 8 വർഷം ഒരു എത്ര വർഷം 18 വർഷം 80 വർഷം എന്റെ വായിൽ ആദ്യം വന്നു. പക്ഷെ അത് കുറച്ച് കൂടുതൽ. പക്ഷെ അങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. എത്ര കാലം നിങ്ങൾക്ക് ഈ സ്നേഹം, ഈ ഒരു ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്, നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷൻ എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ഈ വർഷത്തെ ഓണം അടിപൊളിയാവട്ടെ. ഓണൊക്കെ നിങ്ങൾ ഇനിയിപ്പോ നാട്ടിലായിരിക്കുമല്ലോ അല്ലെ? 8 വർഷം കൂടി നാട്ടില്. അപ്പൊ അത് അടിപൊളിയാവട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങളുടെ ഒരു ഫാൻ ഗേൾ ആയി എനിക്ക് എന്നെ തന്നതില് താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞങ്ങളും ഭയങ്കര വന്നപ്പോഴേ എന്താവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലല്ലോ ഒരാളുടെ ഫ്രണ്ടിൽ നിന്ന് വേറൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിട്ടോ. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. നമ്മുടെ ഒരു പെട്ടെന്ന് ഭയങ്കര ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ വായിൽ വന്നത്. ഇനി കിടക്ക ഇഷ്ടം പോലെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കാണുന്നവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ.